കൊണ്ട് കൊണ്ട് ഹലോ ഗേസ്, എല്ലാവർക്കും സി എം ഫിഷിങ്ങിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതേ നമ്മൾ ഇന്നത്തെ ഫിഷിങ്ങിന് ഇൻട്രഡക്ഷനും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളിതേ ഫിഷിങ്ങിന് നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇൻട്രഡക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ അതേ നമ്മൾ ഇന്ന് കുറച്ച് ദിവസത്തേക്കായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല. കാരണം 2-3 ദിവസം നമ്മൾ ഫിഷിങ്ങിന് പോയിട്ട് മീനൊന്നും തന്നെ സ്പോട്ടുകളിൽ ചെന്നിട്ട് കിട്ടാൻ ചാൻസ് വളരെ കുറവായിരുന്നു നമുക്ക്. കാരണം ഇപ്പോൾ ഉപ്പുവെള്ളം വന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ ചെല്ലുന്ന സ്പോട്ടുകളിലെല്ലാം പായലൊക്കെ ചെയ്ഞ്ഞ് ആകെ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിരിക്കുന്നു. അതുപോലെ മീനിൻ്റെ ആക്ടിവിറ്റി തന്നെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് 3 ദിവസത്തെ ഫിഷിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യത്തെ ഫിഷിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടമക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്ത്, വരാപ്പുഴ കടമക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളൊരു ഹോം സ്റ്റേ ആണ് ഈ കാണുന്നത്. ഇവിടെ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് സൈഡിൽ തന്നെ. അപ്പോൾ ഇവിടെ ട്രാവലറും കാര്യങ്ങളും താമസക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്പോട്ടിൽ കുറച്ച് മീനുണ്ട്. തിലോപ്പി, കരിമീൻ, വരാൽ, കാളാഞ്ചിനെ പിടിക്കാൻ വേണ്ടി നമ്മൾ അവർ വിളിച്ചിട്ട് നമ്മൾ ആ ഫാമിലി ചെന്നേക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നോക്കി നടക്കുന്ന സമയത്ത് കാളാഞ്ചിനെ ആദ്യം കുറേ നേരം കണ്ടില്ല. അപ്പോൾ ആ വെള്ളത്തിൽ കാണുന്ന ചെറിയൊരു ഷെഡ് പോലെ കിടക്കുന്നതിനകത്ത് നമ്മുടെ ആൻറ്റോബ്രോ നിൽപ്പുണ്ട്. ആൻറ്റോബ്രോടെ അനക്കി കഴിഞ്ഞപ്പോഴാണ് അതിനകത്തുനിന്ന് കാളാഞ്ചി പുറത്തേക്ക് വന്നത്. കാളാഞ്ചിയെ ഫസ്റ്റ് ഷൂട്ട് ചെയ്യുവാണ് ഞാൻ. ആ ഷൂട്ട് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ അണ്ടർ വാട്ടറാണ് നിൽക്കുന്നത്, ഏറ്റവും അടിയിൽ. കാളാഞ്ചിയൊക്കെ നിൽക്കുന്നത് നമുക്കറിയാമല്ലോ. കാളാഞ്ചി ഇതേ ഷൂട്ട് ചെയ്തതിന് ശേഷം അടി കൊണ്ടില്ല അവനിട്ട്. പക്ഷേ അവനാ അടിച്ച ഭാഗത്തുനിന്ന് അവനെ ബോംബിട്ട പോലെയാണ് അവിടെ നിന്ന് പോയത്. ആ കലക്കൽ നമുക്ക് കാണാം വെള്ളത്തിൻ്റെ അടിയിൽ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവനെ അടിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിന്യൂസ് ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, എന്തായാലും നല്ലൊരു അറ്റ്മോസ്ഫിയറുള്ള നല്ലൊരു അടിപൊളി സ്ഥലത്തേക്കാണ് നമ്മളന്ന് പോയത്. അതിൽ നമ്മൾ ഹോം സ്റ്റേ ചെയ്യുന്ന വീടാണ് ആ കാണുന്നത്. ആ വീടിൻ്റെ മേളിൽ നമ്മൾ കയറി ചെന്നിട്ട് മേളിൽ നിന്ന് താഴത്തോട്ടൊക്കെ നല്ല രീതിയിൽ നമുക്ക് നല്ല വ്യൂസാണ്. അതിൻ്റെ മേളിൽ നിന്നൊക്കെ നല്ല കാണുകയാണെങ്കിൽ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. കാരണം മേളിൽ നിന്ന് എപ്പോൾ ഷൂട്ട് ചെയ്താലും നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് അമ്പ് നേരെ താഴെ ചെല്ലും. അതുകൊണ്ട് തന്നെ മേളിൽ കയറി എന്നൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രദീപ് അച്ഛൻ ഇവിടെ വന്നിട്ട് ചുറ്റും ഒന്ന് ഷൂട്ടിങ് എല്ലാം സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ച് കറക്റ്റ് ചെയ്യുന്നൊക്കെ നമുക്ക് വീഡിയോയിൽ നമുക്ക് എല്ലാം കാണിച്ചു തരുന്നുണ്ട്. അത് ഓണറുടെ വീടാണ് സൈഡിൽ കാണുന്നത്. പിന്നെ ഹോം സ്റ്റേ ചെയ്യുന്ന ആ ഒരു വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ താഴെയുള്ളൊരു കുളമാണിത്. അപ്പോൾ താഴത്തൊക്കെ ഇഷ്ടംപോലെ തിലോപ്പി നമ്മൾ കാണാൻ ബ്ലാക്ക് ഡോട്ടിൽ അപ്പുറത്തും ഈ സൈഡ് കൊണ്ടൊക്കെ പോളറൈസർ ഗ്ലാസ്സിൽ കൂടെ നന്നായിട്ടൊന്ന് പ്രദീപ് അച്ഛൻ കാണിക്കുവാണ്. അപ്പോൾ തിലോപ്പി കരിമീനോട് കൂടുതൽ നിൽക്കണം. അപ്പോൾ തിലോപ്പിയും കരിമീനും നമ്മൾ പിടിക്കാൻ നിന്നില്ല. നമുക്ക് വരാലും അതേപോലെ തന്നെ കാളാഞ്ചി, വരാലിനെ കണ്ടിട്ട് അപ്പുറത്തുനിന്ന് ആൻറ്റോ വിളിച്ചിട്ട് ഞാൻ നേരെ താഴേക്ക് ഇറങ്ങി പോവാണ്. പക്ഷേ നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ വരാൽ ഓടിക്കളഞ്ഞു കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും അത് കഴിഞ്ഞിട്ട് കാളാഞ്ചിയൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. കാളാഞ്ചിനെ ഷൂട്ട് ചെയ്ത് നല്ല നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാളാഞ്ചി ഷൂട്ട് ചെയ്ത് ഇതേപോലത്തെ ഒരു ഫൈറ്റ് ആയിരിക്കും നമ്മൾ ഉദ്ദേശിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ അടി കൊണ്ടതിന് ശേഷം അനങ്ങാതെ നിന്നിട്ടാണ് അവൻ പെട്ടെന്നുള്ളൊരു ഫൈറ്റായിരുന്നു. നമ്മൾ ഓർക്കാപ്പുറത്തായിപ്പോയി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് നേരം നോക്കിയിട്ട് കാളാഞ്ചി കാണാൻ കാരണം നമ്മൾ വേറെ സ്പോട്ടിലേക്ക് മാറിയാക്കാണ് കേട്ടോ. അപ്പോൾ അതേ കാളാഞ്ചിനെ നമുക്ക് വീണ്ടും ഒന്ന് ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് അപ്പം നമുക്ക് കുറച്ച് നേരം വേറെ സ്പോട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരാം. അപ്പം ചിലപ്പോൾ ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങും. അപ്പോൾ അതുവരെ നമുക്ക് പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഞാനും ആൻറ്റോബ്രോയും കൂടെ വേറെ സ്ഥലത്തൊരു കരിമീനെ പോയി ഷൂട്ട് ചെയ്യുവാണ്. അപ്പോൾ ബോട്ടിൻ്റെ അടിയിൽ ഇഷ്ടം പോലെ കരിമീൻ ഉണ്ടായിരുന്നു. ആ കരിമീൻ കുറേ നേരം ഞങ്ങൾ നോക്കിയതിന് ശേഷം കരിമീൻ പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഒരു കരിമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെന്തായാലും കണ്ടു നോക്കാം. വലിയ കരിമീനാട്ടോ. വലുതാ? അയ്യോ അടിപൊളി. ഫസ്റ്റ് കരിമീൻ തന്നെ അടിപൊളി സാധനം. നൈസൊരു കരിമീൻ കിട്ടിയിട്ടുണ്ട്. അടിപൊളി സെൻട്രൽ ഷോട്ടാണ് കേട്ടോ. കൊറേ നേരം കറങ്ങി അവസാനം നമുക്ക് അടിപൊളി മീൻ ഊരിയെടുക്കാല്ലേ. കൊല്ലിയുണ്ട് കൂടലിനകത്തൊക്കെ പൊട്ടി എന്താ സാധനമൊക്കെ ഉള്ളിന്നൊക്കെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സാധനം. പീലി വിടർത്തിയിരിക്കണ കാര്യം. അപ്പോൾ നമ്മൾ വീണ്ടും കടമക്കുടിയിൽ നമ്മൾ ആൻറ്റോബ്രോയുടെ സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളിന്റെ കാളാഞ്ചിനെ അടിക്കാനായിരുന്നു ശരിക്കും വന്ന. കാളാഞ്ചി അവിടെ നമ്മൾ നോക്കും. നോക്കും ട്രൈ
നമുക്ക് നോക്കിയിട്ട് പോകുള്ള കാളാഞ്ചിനെ. അതെ ആ സമയത്ത് നമ്മൾ ജസ്റ്റ് സ്പോട്ടിൽ നിന്ന് മാറി നമ്മൾ അതിൻ്റെ പുറകെ വീടിൻ്റെ സൈഡിൽ തന്നെയുള്ള ഒരു ചെറിയൊരു തോട്ടിൽ ജസ്റ്റ് ഒന്ന് കറങ്ങിയപ്പോൾ ഒരു മീൻ നമുക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഈ ഇത് വെച്ച് നമ്മളൊരു മീൻ കൂടെ പിടിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു മീനെ കൂടെ പിടിക്കണം നമ്മൾ. ഓക്കെ, 2 എണ്ണം കിട്ടി വന്നെങ്കിൽ അതിൻ്റെ പുറകെ കൊണ്ടുപോകാനുള്ളതാവും. അപ്പോൾ പുറത്തൊക്കെ പോയി നമ്മൾ കരിമീനൊക്കെ പിടിച്ചിട്ട് വീണ്ടും നമ്മൾ ആ സ്പോട്ടിലോട്ട് തന്നെ വന്നേക്കണം കാളാഞ്ചിനെ നോക്കാൻ വേണ്ടി. പക്ഷേ നമ്മൾ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് വെള്ളം ഏറ്റവും കയറിയിട്ട് കുറച്ച് വെള്ളം കൂടി കയറിയേക്കണം. കാരണം നമുക്ക് കാഴ്ചയിൽ ഇച്ചിരി മങ്ങൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ നടുക്ക് കാണുന്ന ആ ചെറിയ പെരയെ പോലെ കെട്ടിയിരിക്കുന്നതിൻ്റെ താഴത്താണ് ഇവന്മാർ പോയി കയറിയിരിക്കുന്നത്. അപ്പോൾ ആൻ്റെ പുറകെ അതിനകത്ത് പോയി ഒന്ന് കയറി കഴിഞ്ഞപ്പോൾ തന്നെ സാധനം പുറത്തോട്ട് ഓടി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിനെ നോക്കി നടക്കുവാണ്, അവൻ എവിടെയാണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അതിന് ചുറ്റും. അപ്പോൾ എന്തായാലും അവൻ ഷൂട്ട് ചെയ്യുന്ന രംഗം നമുക്കൊന്ന് കാണാം. നല്ല അടിപൊളിയായിട്ടുള്ളത്. ആ ഹോം സ്റ്റേയുടെ അടിയിൽ നിന്ന് അവൻ ഇറങ്ങി വരുമ്പോൾ തന്നെ ഷൂട്ട് ചെയ്യുന്ന രംഗമാണ് ഈ കാണുന്നത്. അവൻ അടി കൊണ്ടിട്ട് ആദ്യം അനക്കൊന്നും ഇല്ല കേട്ടോ അവന്. അവൻ ഫൈറ്റ് ചെയ്ത് ട്രാഗ് ടൈറ്റായ ശേഷം പൊങ്ങി മേളിൽ വന്നാക്കുന്ന ശരിക്കും നമുക്ക് കാണാം കാളാഞ്ചി. അത് അടികൊണ്ടപ്പോ തന്നെ കറങ്ങി കിട്ട കാളാഞ്ചി. കാളാഞ്ചി എന്ന് പറയുന്നത് മാത്രമേ ഉണ്ടാകുന്നില്ല, കാളാഞ്ചി നമുക്ക് കേറിയിട്ടുണ്ട് കേട്ടോ. ഊരിപ്പോയി എന്താ പറ്റിയെന്നാവും. ഇവിടെ ലോക്കൊക്കെ ഇവിടെ വന്നടാ പിന്നെ അടിച്ചത്. ഊരിപ്പോയി കേട്ടോ കാളാഞ്ചി. ലോക്ക് പിന്നെ അതിന്റെ മേത്തോട്ട് കേറിയില്ല, അടിച്ച് തിരിഞ്ഞു പോന്നെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതിന്റെ പുറകെ അത് വെച്ച് അവിടെ വെച്ചൊരു കീറ് കൊടുത്താൽ മതിയായിരുന്നു. ചേടാ പോയി കാളാഞ്ചി പോയി. എങ്ങനെ ഇടനാക്കി കയറിയിട്ടില്ലായിരുന്നു. അത്ര സ്പീഡിൽ ഓടുമ്പോ എയിം ചെയ്യാൻ ടൈം കിട്ടിയില്ല. കൊണ്ടല്ലോ കൊണ്ട് അടിപൊളി. ഇത് കണ്ട അമ്പ് അടി കൊണ്ട് ആ ഭാഗത്ത് തന്നെ മീനിന്റെ നേരത്തു നിന്നും കഴിഞ്ഞ് അവിടെ തടഞ്ഞ് അവിടെ ഇരിക്കും. മീനാണ് ഓടിപ്പോയേക്കണം. മീൻ ഓടിപ്പോയി അടിയിൽ പോയി വേറെ കൊണ്ട് അടിപൊളി. അങ്ങനെ ആൻഡോ ബ്രോ ഒരു മീനെ അടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ടൈറ്റായി നിൽക്കാനായി മടലില് മീനിന്റെ മേലെ നോത്തിട്ട് മടലിൽ അത്രയും തറഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ പവർ നോക്കി. ഇത് കണ്ട മടലിൽ നോത്ത് ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ട സാധനം നല്ല മീനോടേണ്ട പേർത്ത് അമ്പം വലിച്ചിട്ടുണ്ട്. മടല് കണ്ണം പൊട്ടൊരു അടി അടിച്ചിട്ടുണ്ടെങ്കിൽ എവിടെങ്കിലും കിട്ടും. തിലോപ്പി. അപ്പൊ ഒരു തിലോപ്പിയും കിട്ടി, നമുക്കൊരു കരിമീനും കിട്ടി. കാളാഞ്ചി നമുക്ക് മിസ്സായി. അപ്പൊ ഈ തിലോപ്പി കരിമീൻ കൂടെ നമുക്ക് 500 രൂപ കൊടുക്കും. ഓക്കെ, നമ്മള് വീഡിയോ അതിൻ്റെ ഒക്കെ ആണ് കേട്ടോ. കാരണം നമ്മൾ പിടിക്കാവുന്ന സാധനം കാളാഞ്ചി ആയിരുന്നു. കാളാഞ്ചി നമ്മൾ അടിച്ചിട്ട് നമുക്ക് മിസ്സായി. അതായത് നോർമൽ ഡാർട്ടിലായിരുന്നു അടിച്ചത്. പക്ഷെ നോർമൽ ഡാർട്ട് പോയിട്ട് അടിച്ചിട്ട് കിട്ടാഞ്ഞോണ്ട് നമ്മൾ ഇപ്പം ഇട്ടത് ഓട്ടോമാറ്റിക്കൽ ലോക്കായിരുന്നു നമ്മൾ ഇട്ടത് കേട്ടോ. നോർമലി വരുന്ന ഡാർട്ട് പോലെ തന്നെയുള്ളത് ഓട്ടോമാറ്റിക്കലിൻ്റെ സിസ്റ്റമുള്ളത്. അത്യാവശ്യം സ്പീഡിൽ പോണ സാധനത്തിന് അടിച്ചത്. ഓക്കെ, നല്ലപോലെ താഴ്ത്തി തന്നെയല്ലേ അടിച്ചിട്ട്. നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെ ഫിഷിംഗ് ആണിത്. അപ്പോൾ അതെ, ഇത് പാലത്തിൻ്റെ മേളിൽ നിന്നിട്ട് നമ്മളൊരു പുല്ലനെ ഷൂട്ട് ചെയ്യുന്നതാണ്. പുള്ളിയുടെ മുതുകത്തൂടി കയറിയിട്ടുണ്ട്. അത് കയറി പോവാന്നറിയില്ല. എൻ്റെ അമ്മ ഇവിടെ പരിച്ച് വെള്ളത്തിലായിട്ട് വലിയ ഹെവി സാധനം ക്രോസ് ബോ പിടിച്ചു. നൂലെ പിടിച്ചെടുക്കാൻ ആദ്യമായിട്ട് കിട്ടിയ മീനാണ് മോനെ. കുറേ നേരം നടന്നില്ല. നല്ല ലോക്കിങ്, കുഴപ്പമില്ല. എൻ്റെ അമ്മ ഹെവി സാധനം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പുല്ലനൊക്കെ ഇട്ടിട്ടുണ്ട്. അമ്പോ കാത്ത് കെട്ടി നിന്ന് ഏകദേശം
250 ഗ്രാം സൈസ് വരുന്നൊരു പുല്ലുണ്ട്. നമ്മുടെ ഡാർട്ട് വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയേണ്ട സൈസ് വലിപ്പം. ഇത് അടിപൊളി. അത് അടിച്ചവനെ തന്നെ കറക്റ്റ് കിട്ടി. കറക്റ്റ് ആ മുതുക് നോക്കി തന്നെ അടിച്ചത്. എല്ലാവരും സൈസിന് നോക്കി അടിച്ചിട്ട് 3-4 ഉണ്ടായിരുന്നു കേട്ടോ. മുഴുത്തേനെ നോക്കി തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. വാഹനമൊന്നും കാണാൻ ആദ്യം അത്ര ചെറിയ വാഹനമൊന്നും ആദ്യം പറഞ്ഞു. പക്ഷെ പിന്നെ കൂട്ടുപാട്ട് നിൽക്കുന്നത് എപ്പോഴും മനസ്സിലായിട്ട് ചാറുണ്ട് അധികം ചാറുണ്ട്. അത് ഉടക്കിട്ടൊന്നുമില്ല. ഉടക്കും മുമ്പ് അഴിച്ചെടുക്കാം. ഓക്കെ അയ്യോ മണ്ണിൽ കുഴയല്ലോ. കുഞ്ഞുന് വറുക്കാനായിട്ടുള്ള മീനായി കേട്ടോ. കാത്ത കെട്ടി അടിച്ചു. എത്ര മീറ്റർ കാണും? 12 മീറ്റർ കാണും. താഴത്തോട്ട് 12 മീറ്റർ ആഴ്ച കാണും. 12 മീറ്റർ ആഴ്ച. ഇതിപ്പോ തന്നെ ചാവും. ഇത് നമുക്ക് ആ സഞ്ചിക്കകത്തൊക്കെ എടുത്തിടാം ഇപ്പൊ തന്നെ. പിന്നെ റോട്ടിൽ ബ്രൈഡ് കിടപ്പുണ്ട്. വണ്ടി അപ്പൊ ആദ്യത്തെ നമ്മുടെ മീൻ കയറിയിട്ടുണ്ട്. എന്ത് മീനാണ് ഞായത്? കിറ്റിനകത്തേക്ക് എടുത്തിടാം അല്ലേ? ആദ്യത്തെ മീൻ കിട്ടിയിട്ടുണ്ട്. അത് വറക്കായി നമുക്ക്. ഓക്കെ അപ്പൊ സഞ്ചിക്കകത്തേക്ക് അതിനകത്തേക്ക് എടുത്തിട്ടേക്കാണ്. ഓക്കെ ഇനി പുല്ലം വേണ്ട. അപ്പൊ ഓക്കെ ആദ്യത്തെ മീൻ നമുക്ക് കയറിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് വേറൊരു സ്പോട്ടിലോട്ട് പോയിട്ട് നമ്മൾ അടുത്ത മീനെ പിടിക്കുന്ന. അപ്പോൾ മീനെ നമ്മൾ കുറേ നേരം നോക്കി നിന്നിട്ട് ആ മീൻ തിരിയുന്നില്ല. നമുക്ക് നേരെ നോക്കി നിൽക്കുവാണ്. അപ്പോൾ ഞാൻ ആ ഗണ്ണ് അങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിലും കറക്റ്റ് എയിം ചെയ്ത് നിൽക്കുവാണ്. തിരിഞ്ഞ് കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യാനുള്ളത്. കുറച്ച് നേരം നോക്കി നിന്നിട്ട് അവൻ തിരിയാന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കിയില്ല, ഷൂട്ട് ചെയ്ത് ഞാൻ. ഉണ്ട് നമുക്ക് ഇതിനെ വിധിച്ചിട്ട് വന്ന് എനിക്ക് പോയ അടിയിലേക്ക്. എടാ ചുറ്റിയുടെ അതിനകത്ത് പോന്ന് നേർക്ക് നേരെ നോക്കി നിന്നവനെ മണ്ടപ്പടി അടിച്ചത്. നോക്കി അത്യാവശ്യം അടിപൊളി ആറ്റിൽ നിന്ന് അടിച്ചേക്കണതാണ്. ആറ്റ് തിലോക്കിയാണ്, ഫ്രഷ് വാട്ടർ തിലോക്കിയ. ചെല്ലിയൊക്കെ എൻ്റെ ചെല്ലിപ്പോ ഇറങ്ങിപ്പോയടാ. ദേടാ എൻ്റെ ചെകളയുടെ ചെല്ലി ഇരിക്കുന്നുണ്ട്. അയ്യോ ദേ ഇറങ്ങി വേണ്ട. ദേ ഇറങ്ങി ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കൂട് കൂട്ടി താമസിക്കണം. ഇത് അങ്ങനെ കുറേ നേരത്തെ ശേഷം നമ്മുടെ പുല്ലൻ രണ്ടാമത്തത് ഇതാണല്ലേ. നമ്മൾ വാഹനം പിടിക്കാൻ വേണ്ടി ശരിക്കും വാഹനം കിട്ടില്ല. എന്നാലും കിട്ടിയ മീനെങ്കിൽ കിട്ടി. അടിപൊളി. സിലോപ്പി ആ ഒരെണ്ണ ഒരു തൂളിയും കിട്ടിയിട്ടുണ്ട്. പുല്ലൻ ഇത് കറക്റ്റ് എയിം ഷൂട്ട് ചെയ്താണ്. പക്ഷെ ഡാർട്ട് പാളിപ്പോയത് കാരണം മീനിട്ട് കൊണ്ടില്ല കേട്ടോ. അടുത്ത ഓടി ചെയ്യുമ്പോ സാധനം നിൽക്കുവാന്ന് പൊങ്ങണില്ല. അടിയിലേക്ക് കയറിയത്. ഇത് നമ്മുടെ 3-ാം ദിവസത്തെ ഫിഷിംഗ് ആണ്. അപ്പോൾ 3-ാം ദിവസം നമ്മൾ വേറൊരു സ്പോട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ വന്ന് കുറേ നേരം കറങ്ങി. അവിടെയൊക്കെ എല്ലായിടത്തും ഉപ്പ് കയറിയിട്ട് പായൽ ചീഞ്ഞ് വെള്ളം മോശമായത് കാരണം മീനുകളൊന്നും ഇല്ല. പിന്നെ കണ്ടവും പാടമൊക്കെ ഉള്ളത് മുഴുവനും പറ്റിയ തോട്ടിൽ മാത്രമേ വെള്ളമുള്ളൂ. കണ്ടത്തിലെന്നൊക്കെ പറഞ്ഞാൽ കണ്ടത്തിൻ്റെ സൈഡിൽ മാത്രമേ വെള്ളമുള്ളൂ കേട്ടോ. നടുക്കോട്ടൊന്നും വെള്ളമില്ല. ചെറിയ ഈ തോട് പോലെ മട്ടൽ വെട്ടിയ സൈഡുകളിൽ മാത്രമേ വെള്ളമുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കിക്കിടന്നപ്പോൾ ഒരു വരാലിനെ കണ്ടിട്ട് വരാലിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ലോഡ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ പ്രദീപ് മച്ചാൻ പതുക്കെ പാലത്തിൽ കൂടെ കയറി വന്നിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ മീൻ അടിച്ച ശേഷം മീൻ അവിടെ ചാടുന്നതൊക്കെ നമുക്ക് കാണാൻ ക്ലിയർ ആയിട്ട്. കൊണ്ടില്ലേ കലക്കൻ ഷോട്ട്. കുറേ നേരം നടന്നെങ്കിൽ എന്താ ഒരെണ്ണം കിട്ടി നമുക്ക്. അടിപൊളി സാധനം. ഒന്ന് കഴുകിയെടുത്ത് കേട്ടോ.
ചാടിയൊന്നും വേണ്ട, ചാടിയ നമ്മുടെ അടുത്ത് വലിയ കാര്യമില്ല. നല്ല ലോക്കിംഗ് ആണ്, ഓട്ടോമാറ്റിക്കൽ ലോക്ക് ഇട്ടാട്ടെ നമ്മൾ ഷൂട്ട് ചെയ്തത്. ഒരു 1/4 കിലോ സൈസ് വരുന്ന ഒരു അടിപൊളി ഒരു നാടൻ വരാല് ഹെഡ് ഷൂട്ടാണ് കേട്ടോ. നല്ല ലോക്കിംഗ് ആയിട്ടുണ്ട്. പിന്നെ ആ പായലൊക്കെ ചീഞ്ഞ് തുടങ്ങിയേക്കണ പറഞ്ഞേ, ആ പായൽ കണ്ട് പോളപ്പായൽ ചീഞ്ഞിട്ട് അതിലൊക്കെ മൊത്തം ചുറ്റിയാണ്. കാരണം പിന്നെ ബ്രൈഡിൽ എന്തോരം ചുറ്റിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുന്നില്ല. അടിപൊളി അടിപൊളി അടിപൊളി. ആ പുതിയ ചെരുപ്പ് മേടിച്ചത് കാണിക്കണം അതിനകത്ത്. കുഞ്ഞിൻ്റെ പുതിയ ചെരുപ്പ് മാമാ, കുഞ്ഞിൻ്റെ പുതിയ ചെരുപ്പ് എന്ന് പറഞ്ഞേക്കെ. പുതിയ ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ട് കുഞ്ഞൂസ്. അപ്പൊ അതൊക്കെ ഇട്ടുണ്ടെന്ന് ഫിഷിങ്ങിന് വന്നേക്കണം കേട്ടാ. ആ ഫിഷിങ്ങിന് ഇടാൻ വേണ്ടി പുതിയ ചെരുപ്പ് വാങ്ങിച്ചാണ്. അപ്പൊ പറഞ്ഞു കൊടുക്ക് എവിടെന്നാ വാങ്ങിച്ചത്? പള്ളിയിൽ പെരുന്നാളിനൊപ്പം വാങ്ങിച്ചല്ലേ. അപ്പൊ ഗൈസ് ഇതേ നമുക്ക് വരാലിന് ഒരു താഴെ ഇടാം കേട്ടാ. ഇവിടെ കോൺക്രീറ്റ് ആണ്, വേറെ കുഴപ്പമില്ല. സൈസ് ഉണ്ട്, നല്ല അത്യാവശ്യം സൈസ് ആണല്ലോ എടാ. വെള്ളത്തിൽ കണ്ടപ്പോൾ ഞാൻ അത്രയും തോന്നിയില്ല എനിക്ക്. കാരണം പായലിനകത്ത് നിൽക്കുള്ളൂ, പായലിനകത്ത് നിൽക്കരുത് കേട്ടോ. ഈ സൈസ് കണ്ടോ, കാല് വെച്ചിട്ട് അതിനൊരു നീളമുണ്ട്. ആ കുഞ്ഞു ഇപ്പുറത്ത് വന്നാ വായ എന്തായാലും കുഴപ്പമില്ല. ഇത്ര നേരം നടന്നെങ്കിലും കിട്ടിയൊരു മീൻ നല്ല മീൻ കിട്ടിയല്ലേ കുഞ്ഞ്. അത് അനക്കണ്ട അനക്കണ്ട, അനക്കി കഴിഞ്ഞ് ചാടുവേ. തൻ്റെ കുഞ്ഞ് കാല് വെക്കുമ്പോ അത് ഞാൻ ഇതിന്റെ അത് അനക്കല്ലേ, മണ്ണിലേക്ക് ഇടല്ലേ, മണ്ണിലേക്ക് മാറ്. മണ്ണിലോട്ട് അടിക്കരുത്. അതാ കോൺക്രീറ്റിന്റെ ഓക്കെ. അപ്പൊ നമ്മുടെ ക്രോസ് ബോർഡ് നേരത്തെ കളർ മാറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇവനെ നമ്മൾ പുതിയ സഞ്ചി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ പഴയ സഞ്ചി മാറ്റം നമ്മൾ. പുതിയ സഞ്ചി ആലപ്പാട്ടിൻ്റെ അവിടെ അരിമേടിക്കാൻ പറ്റിയ സഞ്ചിയാണ് ഞാൻ അതിൻ്റെ എടുത്തിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം കിട്ടിയ സഞ്ചിയാണ്. അപ്പം ഞാനത് ചാട്ടം കൂടി ചാടിയാണെങ്കിൽ തീർന്ന തന്നെ പരിപാടി. വേണ്ട അധികം ചാട്ടം ചാടുന്നു. പിടിച്ചോ ഞാൻ ഓക്കെ. ഞാൻ ആ വെള്ളം ഇങ്ങനെ ഒഴുകണ കണ്ടിട്ട് ഞാൻ അവിടെ തന്നെ നോക്കി നിന്നതാണ് കുറച്ച് നേരം. ആ വെള്ളം ഒഴുക്കൊക്കെ വന്ന അതേപോലെ സ്ഥലങ്ങളിലായിരിക്കും മീൻ വരാറുള്ളത്. കുഞ്ഞുവിൻ്റെ സ്റ്റിക്കർ അതിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ് ആപ്പിളിൻ്റെ സ്റ്റിക്കർ ഇതേ ക്രോസ് ബോൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് പറയുന്ന ഒരു ആപ്പിൾ വാങ്ങിച്ചായിരുന്നു കഴിക്കാൻ. അപ്പോൾ ആപ്പിളിൽ ഒട്ടിച്ച് വെച്ച സ്റ്റിക്കറാണ് കേട്ടോ. കുഞ്ഞാലും ഒട്ടിച്ച് വെച്ചേക്കുന്ന സ്റ്റിക്കർ ഞാനാ ഒട്ടിച്ച് വെച്ചത്. താങ്കൾ എന്നിട്ട് ഞാൻ ഒട്ടിച്ച് വെച്ചോ. നമ്മൾ പാടത്ത് നല്ല അടിപൊളിയായിട്ട് കൊക്കിരിക്കണം. നല്ല സ്റ്റൈലുണ്ട് കാണാനായിട്ട്. വെള്ളരിക്കൊക്കാണ് കേട്ടോ, വെള്ളരിക്കൊക്കെ. ഞങ്ങളുടെ വെള്ളരിക്കൊക്കെ എന്ന് പറയുന്ന സംഭവമാണ്. ഇത് പാടത്ത് മൊത്തം ഈ ഇതിനകത്തുള്ള ഈ പ്രാണികളൊക്കെ പിടിച്ചിട്ട് വെട്ടലിനൊക്കെ പിടിച്ചിട്ടാൽ വന്ന് നിൽക്കുക. ഞങ്ങളുടെ വെള്ളരിക്കൊക്കെ എന്ന് തന്നെ പറയണം. നിങ്ങളുടെ നാട്ടിൽ എന്തെന്നാണ് ഈ കൊക്കിന് പേര് പറയണമെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ അടിപൊളിയായിരിക്കും. ഇഷ്ടം പോലെ ഉണ്ട്. ഞാറിനകത്ത് ഞാറല്ലെന്ന് വെച്ചിരിക്കുന്നത് അല്ലേ, കുതിരവാലല്ലേ. ഞാറും ഉണ്ട് കുതിരവാലും ഉണ്ട്. കൂടുതലും കുതിരവാലാന്ന് തോന്നി. ഇതിനകത്ത് ഈ പുൽച്ചാടിനെ തിന്നാൻ വേണ്ടി വന്നിരിക്കുന്ന സാധനമാണ്.